السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സർവാദരണീയരായ ഉസ്താദുമാർ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, മനുഷ്യവർഗം ഭൂമിയിൽ വാസം തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടു. പല കാലങ്ങളിലായി മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത വിവിധ കണ്ടെത്തലുകൾ അവരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുകയും നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് കണ്ടുപിടിക്കപ്പെട്ട സാങ്കേതിക വിദ്യകളും പർവ്വത സമാനമായ ദ്രുതഗതികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആധുനിക യുഗത്തിൽ സൈബർ ലോകം എന്ന വിശാലമായ സമുദ്രത്തിനുള്ളിലാണ് നാം ജീവിക്കുന്നത്. ആധുനിക യുഗത്തിൽ സൈബർ ലോകം എന്ന വിശാലമായ സമുദ്രത്തിനുള്ളിലാണ് നാം ജീവിക്കുന്നത്. രണ്ട് ആന്റിപോഡുകളിലുള്ളവർക്ക് വരെ നിമിഷ നേരങ്ങൾ കൊണ്ട് ബന്ധപ്പെടാനും ലോകത്തെ ആകെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തപ്പെടുന്ന ഏക ഗ്രാമവൽക്കരിക്കാനും സാധിക്കുന്ന ഒരു മാന്ത്രിക ലോകം. ഇവിടെ സൗഹൃദത്തിന്റെ തെരുവുകളുണ്ട്, അറിവിന്റെ വലിയ ഗ്രന്ഥശാലകളുണ്ട്, വ്യാപാരത്തിന്റെ തിരക്കേറിയ കമ്പോളങ്ങളുണ്ട്, ത്രസിക്കുന്ന കാഴ്ചയിടങ്ങളുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ സുഖ സൗകുമാര്യതയ്ക്ക് ആവശ്യമായതൊക്കെ ഒരു കുടക്കീഴിൽ തന്നെ ഉണ്ട്. എന്നാൽ മനോഹരമായ പൂന്തോട്ടങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകൾ പോലെ ഈ മായാലോകത്ത് അഗാധ ഗർത്തങ്ങളുള്ള നിരവധി ചുഴികളുമുണ്ട്. ജീവിതത്തിന്റെ എന്നേക്കുമുള്ള ശാന്തതയെ തകർക്കാൻ കെൽപ്പുള്ളതാണ് ഇവകൾ. ഈ പുതിയ ലോകം നമുക്ക് നൽകുന്ന എല്ലാ സൗഹാർദ്ദതകളെയും ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ ഇരുണ്ട വശങ്ങളെ കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരായിരിക്കണം. പണമിടപാടുകൾ ഓൺലൈൻ വഴിയായതോടെ പുത്തൻ തട്ടിപ്പ് രീതികളും സൈബർ ലോകത്ത് സജീവമായിട്ടുണ്ട്. ഒഡിപികളിലും ഓൺലൈൻ ഗെയിമുകളിലുമായി പണം നഷ്ടപ്പെട്ടവർ ഏറെയാണ്. അശ്ലീല ചിത്രങ്ങളും ചാറ്റുകളും കാട്ടി ഭീഷണിപ്പെടുത്തി പണം കവർന്നെടുത്ത സംഭവങ്ങളും നിരവധിയുണ്ട്. QR കോഡുകളും ലിങ്കുകളും മാൽവയറുകളും ഉപയോഗിച്ച് വ്യക്തിഗത വിവരങ്ങളെ ചോർത്തിയെടുത്തവരുണ്ട്. കേരളത്തിൽ മാത്രം 42,000-ഓളം ഓൺലൈൻ സംബന്ധ കേസുകളാണ് ഇക്കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 765 കോടിയോളം രൂപയാണ് നഷ്ടമായി കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 765 കോടിയോളം രൂപയാണ് നഷ്ടമായി കണക്കാക്കപ്പെടുന്നത്. ആധുനിക യുഗത്തിൽ സൈബർ ലോകം എന്ന വിശാലമായ സമുദ്രത്തിനുള്ളിലാണ് നാം ജീവിക്കുന്നത്. ഓൺലൈൻ ഗെയിമുകൾക്കും വയലൻസ് കണ്ടന്റുകൾക്കും അടിമപ്പെട്ടു പോയ പുതിയ തലമുറയെ നാം കാണാതെ പോകരുത്. ഇവരുടെ മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ മരവിച്ചു പോകുന്ന ദുരവസ്ഥ പരിതാപകരമാണ്. ഇവരുടെ മാനസിക ആരോഗ്യങ്ങൾ മരവിച്ചു പോകുന്ന ദുരവസ്ഥ പരിതാപകരമാണ്. 30-40% പെൺകിടാങ്ങളും അശ്ലീലതാ പ്രദർശനത്തിന് നിർബന്ധിതരാകുന്ന സാഹചര്യത്തിനെതിരെ എന്ത് മുൻകരുതലാണ് മെറ്റ സ്വീകരിച്ചെന്ന ഒരു US സെനേറ്ററുടെ ചോദ്യത്തിന് മുന്നിൽ പതുങ്ങി നിൽക്കുന്ന ഉടമസ്ഥനെയാണ് ലോക മാധ്യമങ്ങൾ വീക്ഷിച്ചത്. ഇത്രയും പറഞ്ഞ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.